NCPയിൽ തമ്മിലടി. സംസ്ഥാന പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി അസഭ്യം വിളിച്ചെന്നാണ് പരാതി. തോമസ് കെ തോമസ് പരനാറി എന്ന് വിളിച്ചെന്നാണ് ആരോപണം. പ്രസിഡന്റ് മാറണമെന്ന് ആവശ്യപ്പെട്ടതിന് ആലപ്പുഴയിൽ നിന്ന് എത്തിയവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് ദേശീയ ജനറൽ സെക്രട്ടറി അരുൺ സത്യനാഥൻ ആരോപിച്ചു. ശരി, സമ്മതിച്ച് പത്രക്കാരൻ ഒരു പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരാളെ ഒരു സംസ്ഥാന സെക്രട്ടറി വിമർശിക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്നും വന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്നും വന്ന് പ്രത്യേക സംഘടിതമാക്കിയിട്ട് പുതിയതായിട്ട് മെമ്പർഷിപ്പിലേക്ക്, അതായത് എക്സിക്യൂട്ടീവിലേക്ക് ഉൾപ്പെടുത്തിയ ആളുകൾ വന്നിട്ട് എനിക്ക് പത്രമാധ്യമത്തിലൂടെ പറയാൻ പറ്റാത്ത രീതിയിൽ മോശമായിട്ടുള്ള ഭാഷയിലൂടെ തെറി വിളിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെ അടിക്കാൻ വേണ്ടി ആക്രോശിക്കുകയാണ്. പ്രസിഡന്റ് പ്രസിഡന്റ് ഇടപെട്ടില്ല എന്നുള്ളത് പോട്ടെ, അദ്ദേഹം മൈക്കിലൂടെ വിളിച്ചു പറയാണ്. എന്താ പറഞ്ഞെന്നറിയാം, എടാ പരമ നാറി ബേബിന്ന്. ഈ ബേബി എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംസ്കാരം NCPക്ക് ചേർന്നതല്ല. അത്തരം സംസ്കാരമുള്ള ഒരാളെ ഒരു കാരണവശാലും പാർട്ടിയിൽ വെച്ച് ഉറപ്പിക്കാൻ യുവാക്കളായിട്ട് നമ്മളൊന്നും ഈ സ്ഥാനത്ത് ഉണ്ടാവുമ്പോൾ അനുവദിക്കും. ബിനിൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, തിരഞ്ഞെടുപ്പിന്റെ ചർച്ചകളൊക്കെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഈ വിധത്തിൽ അസഭ്യം പറച്ചിലും കയ്യാങ്കളിയും ഒക്കെ ആയിട്ട് പാർട്ടിയിലെ കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് പോവുകയാണോ? ഇതൊക്കെ എങ്ങനെ പരിഹരിച്ച് ഇനി പോകാനാകും? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ NCPയിലുള്ളത്? പൂജ, ഇന്നലെയാണ് കൊച്ചിയിൽ NCPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം നടന്നത്. ആ എക്സിക്യൂട്ടീവ് യോഗത്തിനിടയിൽ നടന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും പുറത്ത് മാധ്യമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അടങ്ങിയിരിക്കണമെന്ന് നേതാക്കൾ പലവട്ടം മൈക്കിലൂടെ ആവശ്യപ്പെട്ടിട്ടും നേതാക്കൾ തന്നെ അടങ്ങിയിരിക്കാത്ത ഒരു അവസ്ഥയാണ് നമുക്ക് ആ ചിത്രങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും ഒക്കെ തന്നെ കാണാൻ കഴിയുന്നത്. ചെറിയ പാർട്ടിയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം NCP, പക്ഷേ അതിനകത്ത് വലിയ തർക്കങ്ങളുണ്ട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം സംസ്ഥാന പ്രസിഡന്റ് തന്നെ മാറണം, തോമസ് കെ തോമസ് മാറണമെന്ന ആവശ്യം അതിൽ ഉന്നയിച്ചതിന്റെ പേരിൽ വലിയ ബഹളങ്ങളിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ് പറയുന്നത്. എന്തായാലും തോമസ് കെ തോമസ് ഒരു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നു കഴിഞ്ഞു. കുട്ടനാട്ടിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. പാർട്ടിയുടെ തീരുമാനം അത് ഔദ്യോഗികമായിട്ട് എന്തായാലും ആരൊക്കെ മത്സരിക്കണമെന്ന് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ പാർട്ടി പ്രസിഡന്റ് സ്വയം പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ AK ശശീന്ദ്രൻ എലത്തൂരിൽ മത്സരിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. അത്തരം പ്രശ്നങ്ങളാണ് പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലുള്ള വലിയ തർക്കങ്ങളിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും ഈ എലത്തൂരിൽ AK ശശീന്ദ്രൻ വീണ്ടും മത്സരിക്കുന്നതിനെതിരെ അവരുടെ യുവജന വിഭാഗത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി തന്നെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം എല്ലാ പാർട്ടികളിലും യുവാക്കൾക്ക് വേണ്ടി മാറിക്കൊടുക്കണം, അല്ലെങ്കിൽ യുവാക്കൾ കൂടുതൽ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഇലത്തൂരിൽ വീണ്ടും AK ശശീന്ദ്രൻ വരുന്നു എന്നതാണ് അവിടെ ആ യുവജനങ്ങളെ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെടുന്നവർ എതിർക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ഒരുപാട് നേതാക്കൾ അവിടെയുണ്ട്, യോഗ്യരായവരുണ്ട് ഇലത്തൂരിൽ മത്സരിക്കാൻ. പക്ഷേ അവരെ പരിഗണിക്കാതെ തുടർച്ചയായി മത്സരിച്ച് ജയിക്കുന്ന AK ശശീന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കുന്നതിനെതിരെയുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു. ഒപ്പം തന്നെ തോമസ് കെ തോമസിന്റെ രീതികളോടുള്ള എതിർപ്പുമാണ് ഇതിന്റെ ഒരു ഭാഗത്ത് വരുന്നത്. തോമസ് കെ തോമസ് പ്രസിഡന്റായ ശേഷം പ്രധാനപ്പെട്ട ഒരു ജില്ലകളിലും അദ്ദേഹം എത്തുകയോ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുകയോ ചെയ്യുന്നില്ല എന്നതാണ് യുവജന വിഭാഗത്തിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി. ആ രീതിയിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രധാനപ്പെട്ട യോഗത്തിൽ പോലും ഈ വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ബിനിലാണ് വിവരങ്ങൾ നൽകിയത്.